മഞ്ജുഷ, വഴിക്കടവ് സംഭവം ഇന്നിനി LDF കാര്യമായിട്ട് ചർച്ച ചെയ്യില്ല എന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം ഇന്നലെ തന്നെ MP ഗോവിന്ദൻ ഇക്കാര്യത്തിലുള്ള പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മഴവിൽ സഖ്യമെന്ന ഗുരുതരമായ ഒരു ആക്ഷേപം അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും LDFന്റെ പ്രചരണം ഇന്ന് അതിന്റെ ചുവട് പിടിച്ച് തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനെ പ്രതിരോധിക്കാൻ UDFനെ സംബന്ധിച്ച് ഇന്ന് PDP പിന്തുണ ആ വിഷയം ഉയർത്തിക്കാണിച്ചായിരിക്കും LDFനെ PDP നൽകുന്ന പിന്തുണ അവരുടെ പ്രഖ്യാപനം ഉയർത്തിക്കാണിച്ചായിരിക്കും അതിന്റെ ഇന്നത്തെ ദിവസം മുഖ്യമായിട്ടും ഈ നിലമ്പൂരിൽ ചർച്ചയാകുന്ന വിഷയം ഇതുതന്നെയാകും. ഇത് ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല, ഇനിയിപ്പോൾ നേതാക്കന്മാരുടെ വലിയ പ്രവാഹമാണ് ഈ നിലമ്പൂരിലേക്കുള്ളത്. ഇന്ന് തന്നെ 8 മന്ത്രിമാരോളം പങ്കെടുക്കുന്നുണ്ട്. അതിൽ വി അബ്ദുറഹ്മാനുണ്ട്, P രാജീവുണ്ട്, അത് V ശിവൻകുട്ടിയുണ്ട്, അത്തരത്തിൽ KV ഗണേഷ് കുമാറുണ്ട്. അത്തരത്തിൽ മന്ത്രിസഭയിലെ എല്ലാവരും എന്ന് തന്നെ പറയാം നിലമ്പൂരിൽ ഈ ദിവസങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിഷയം രാഷ്ട്രീയത്തിനപ്പുറം വികസനം എന്ന മുദ്രാവാക്യം മുന്നിൽ നിർത്തി LDF പ്രചാരണം നടത്തും. ഒപ്പം രാഷ്ട്രീയമായിട്ട് വെൽഫെയർ പാർട്ടി UDFന് നൽകിയ ഈ പിന്തുണയും അവർ വലിയ തോതിൽ ചർച്ചയാക്കും. അതിനപ്പുറം വലിയ വിവാദങ്ങളിലേക്ക് ഇപ്പോൾ സർക്കാർ പോകുമെന്ന് കരുതാനാകില്ല. മറുവശത്ത് UDFന്റെ ഭാഗത്ത് മുസ്ലിം ലീഗ് നേതാക്കളാണ് ഇന്ന് നിലമ്പൂരിലെ വിവിധ ഇടങ്ങളിൽ പ്രചരണത്തിൽ സജീവമാവുന്നത്. മുനവറലി ശിഹാബ് അതുപോലെ തന്നെ PMA സലാമും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഇന്ന് വിവിധ ഇടങ്ങളിൽ പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. UDFന്റെ മുതിർന്ന നേതാക്കളും K മുരളീധരൻ അടക്കമുള്ളവർ നിലമ്പൂരിൽ ഉണ്ട്. അത്തരത്തിൽ വലിയ നേതാക്കളുടെ വലിയ ഒരു നിര തന്നെ LDFന്റെയും UDFന്റെയും ഭാഗത്ത് നിന്ന് നിലമ്പൂരിന്റെ മുക്കിലും മൂലയിലും എത്തി പ്രചരണത്തിൽ സജീവമാകുന്നുണ്ട്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഇന്ന് നിലമ്പൂരിലുണ്ട്. ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം വെൽഫെയർ പാർട്ടിയുടെയും PDPയുടെയും പിന്തുണ സംബന്ധിച്ച് ഇരു മുന്നണികളും ഒപ്പം BJPയും എടുക്കുന്ന നിലപാട് ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ എങ്ങനെ ഇതിനെ ഈ ഒരു സമയത്ത് പ്രചരണത്തിൽ ന്യായീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ നിലമ്പൂരിലെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമായിരിക്കില്ല ഇതിന്റെ പ്രതിഫലനം എന്നതുകൊണ്ട് തന്നെ UDF കേന്ദ്രങ്ങളിൽ നിന്ന് കുറച്ച് അല്പം ജാഗ്രതയോടെ തന്നെ ആയിരിക്കും ഈ വിഷയത്തിലുള്ള പ്രതികരണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ഇതാണ് ഇപ്പോൾ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ന് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ആദ്യം പറഞ്ഞത്. വഴിക്കടവ് സംഭവവും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയം, ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ LDFന്റെ ചോദ്യം MP ഗോവിന്ദൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ UDF പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് ആര്യ. അങ്ങനെ ഓരോ ദിവസവും ഓരോ പുതിയ വിഷയങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടന്നുവരികയാണ്.